ദേ ഈ മലയുടെയൊക്കെ മുകളിലുണ്ടല്ലോ ചെറിയ ചെറിയ വീടുകളുണ്ട്, കാണുന്നുണ്ടോ? ഉണ്ടോ? അവിടെ ഒരു വീട് ഇത് ഇവിടെ ആയിട്ടുണ്ട്. എനിക്ക് ഇത് വലിയ സ്ക്രീനിൽ ഇടുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ. പിന്നെതാ ഉണ്ടോ, ഇവിടെയുണ്ട് വീട്. നമ്മളിപ്പോൾ താമസിക്കുന്ന ഞാൻ പറഞ്ഞേ ഒരു വാലിയിലാന്ന് പറഞ്ഞേ. രാവിലെ നല്ല രസമുള്ളൊരു ക്ലൈമറ്റാണ്. ചൂടുമില്ല തണുപ്പുമില്ല, ചെറിയ തണുത്ത കാറ്റ് വരുന്നുണ്ട്. ഈ വാലി ഫുള്ള് ഈ നമ്മുടെ ചുറ്റും ഉണ്ടല്ലോ ഇങ്ങനെ മൗണ്ടൻസ് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുക കേട്ടോ. പിന്നെ ഈ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ഓസ്ട്രിയൻ ഹൗസ് മോഡലാണ്. മുകളിലൊക്കെ ഫുള്ള് തടിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ പൊതുവെ ഞങ്ങൾ നോക്കിയപ്പോൾ ഈ ഭാഗത്തൊക്കെ ഉള്ളത് കുറച്ചും കൂടെ മോഡേൺ രീതിയിൽ പണിത വീടുകളൊക്കെയാണ്. അപ്പോൾ ഇത് നോക്കി, ഈ വീട് ഇതുവരെ നെയ്ബറിൻ്റെ വീടാണ്. അത് ഭയങ്കര മോഡേൺ ആയിട്ട് തന്നെ പണിതേക്കുന്നത്. പക്ഷെ മേ ബി ഇത് അവരുടെ പഴയ വീടോ അങ്ങനെ ആയിരിക്കാം, കാരണം ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഇത് ഇവരുടെ ഇവരുടെ എന്നല്ല ഞാൻ ഉദ്ദേശിച്ച ഓസ്ട്രിയയുടെ ഒരു ഇത് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ താഴ്ഭാഗം ബ്രിക്ക് വെച്ചും മോൾ ഭാഗം തടി വെച്ചും പണിയണമെന്ന്. അപ്പോൾ ആ ഒരു മോഡലിലാണ് ഇത് ഉള്ളത്. പിന്നെ അപ്പുറത്തുള്ളത് നോക്കി, അതും ഫുള്ള് തടി. പിന്നെ ഇവിടെ ഉള്ളതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ കുറേയൊക്കെ പുതുക്കി പണിതൊക്കെയാണ്, കണ്ടില്ലേ? കുറച്ചും കൂടെയൊക്കെ ആ ബ്രിക്സൊക്കെ ഇച്ചിരി കൂടെ പുതിയ ബ്രിക്സാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും ഓസ്ട്രിയൻ മോഡൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പറയായിരുന്നു ചൂടില്ല, എന്നാൽ ചെറിയൊരു തണുത്ത കാറ്റുണ്ട്. നല്ല വെതർ. എങ്ങനെയാ ജർമ്മനിൽ പറയുന്നത്? Sprechen Sie English? Sprechen Sie English? Sprechen Sie English? Sprechen Sie English എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? അപ്പം നമ്മൾ കഴിഞ്ഞ വട്ടം ഇവിടെ പാരീസിൽ പോയപ്പോൾ ഈ പഴയ വീഡിയോ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. അശ്വിൻ അവിടെ നിന്ന് രാവിലെ ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര പഠിത്തമായിരുന്നു. എന്തായിരുന്നു അത്? അതിപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്. പാർലez-vous ഇംഗ്ലീഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യു എന്നല്ലേ. ഇതിനകത്ത് ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എന്നുള്ളത് വെച്ചാൽ ജർമ്മനിൽ, കാരണം ഓസ്ട്രിയയിലും ജർമ്മൻ തന്നെയാണ് സംസാരിക്കുന്നത്. ജർമ്മനിയിൽ ഓഫ്കോഴ്സ് ജർമ്മനാണ് സംസാരിക്കുന്നത്. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ളത് വെച്ചാൽ ഓസ്ട്രിയയിൽ ജർമ്മനാണ് സംസാരിക്കുന്നത്, പക്ഷേ ഇവരുടെ ഡയലക്റ്റ് ഭയങ്കര വ്യത്യാസമാണെന്ന്. അയ്യോ, മൈക്രോഫോൺ ബ്ലോക്ക്ഡോ. അപ്പോൾ ഓസ്ട്രിയയിൽ സംസാരിക്കുന്ന ജർമ്മൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഡയലക്റ്റ് ഭയങ്കര വ്യത്യാസമാണ്. ജർമ്മൻസിന് ഒരു ഇവിടുത്തെ ജർമ്മൻ ഭാഷ മനസ്സിലാവില്ല എന്ന് നമ്മളൊരു വീഡിയോ കണ്ടേ. ശരിയാണോ അല്ലയോ എന്നറിയില്ല. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയില്ല. പ്രത്യേകിച്ച് എനിക്കൊന്ന് മ്യൂണിക്കിലൊക്കെ പിന്നെയും കുഴപ്പമില്ലായിരുന്നു അല്ലേ? മ്യൂണിക്കിൽ വലിയ സാൽസ്ബർഗിലും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ഭയങ്കര എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ, കാരണം ഇത് പ്രോപ്പർ ഒരു വില്ലേജാണ്, ശരിക്കും മൗണ്ടൻസിൻ്റെ നടുക്കൊരു വില്ലേജ്. ഓൺ ദ വേ നമ്മളിങ്ങനെ നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്താൽ ഓണേഴ്സ് താഴെയാണല്ലോ. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ തന്നെ അവർക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവരോട് സംസാരിക്കുന്ന ആ ഒരു ഇംഗ്ലീഷ് ഉണ്ട്. ഇത് ഫില്ല് ചെയ്യണം, അത് ഫില്ല് ചെയ്യണം, ആ സ്ക്രിപ്റ്റ് കറക്റ്റ് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോദിച്ചു ഡു യു ലിവ് നിയർ ബൈ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി ഇതിൻ്റെ പേര് താഴെ ഇത് പുള്ളിക്കാരുടെ വീടാണ്. അപ്പോൾ താഴത്തെ ഫ്ലോറിലാണ്. പക്ഷെ പുള്ളിക്കാരി പറഞ്ഞാൽ അതെ ഇവിടെ അടുത്തുനിന്ന്. അപ്പോൾ എനിക്ക് നമുക്ക് മനസ്സിലായി പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. പിന്നാണെങ്കിലും അവിടുത്തെ അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ സാധനം എടുക്കാൻ വേണ്ടി പോയപ്പോൾ പുള്ളിയുടെ ഹസ്ബൻഡിനെ കണ്ടു. അപ്പോൾ പുള്ളിക്കാരൻ ഹലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഹലോ ഹൗ ആർ യു എന്ന് ചോദിച്ചു. അപ്പം ഇത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു, പാവം. കാരണം ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, ഇംഗ്ലീഷിൻ്റെ ആവശ്യമില്ല. ഇവിടെ എല്ലാവരും ജർമ്മനാണ് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് സംസാരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജർമ്മൻ പഠിക്കണം, അല്ലെങ്കിൽ പിന്നെ ട്രാൻസ്ലേറ്റ് അങ്ങനെയൊക്കെ. പക്ഷേ ദേ ആർ വെരി പ്രൗഡ് ഓഫ് ദെയർ ലാംഗ്വേജ്. ദേ ഡിഡ്ന്റ് ഹാവ് ടു ലേൺ ഇംഗ്ലീഷ്. ദാറ്റ്സ് എ ഫാക്ട്. ഇപ്പം നമുക്കൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആൾക്കാർ നമ്മുടെ ലൈക്ക് ബ്രിട്ടീഷ് സെറ്റിലേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ ഫോർ സം റീസൺ ദേ ഡോണ്ട് നോ ഇംഗ്ലീഷ് അറ്റ് ഓൾ. സെയിം വിത്ത് ജപ്പാൻ, ചൈന അങ്ങനെയൊക്കെ ഉള്ളവർക്കും അങ്ങനത്തെ കൺട്രീസിലും അങ്ങനെ ആണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചെറിയ സ്ഥലങ്ങളിലോട്ട് വരുമ്പോൾ ജർമ്മൻ തന്നെ അറിയണം. അപ്പോൾ നമ്മൾ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എന്നുള്ളതെങ്കിലും സ്പ്രൈഷൻ സി ഇംഗ്ലീഷ്. പിന്നെ നമ്മൾ വേറെ വാക്ക് വന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യു, സോറി,
താങ്ക് യു ഡാങ്കയാണ്. അങ്ങനത്തെ കുറച്ച് വാക്കുകൾ പക്ഷേ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കുകൾ, എന്നാൽ അവരെ ഒഫൻഡും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ ഒരു ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രിയിലുള്ള ലൈസൻസ് ഇവിടെ ഓടിക്കാൻ പറ്റുന്നതാണെങ്കിൽ, വി ഓൾവേസ് റെക്കമെൻഡ് ടേക്കിംഗ് എ കാർ. കാരണം അത് പക്ഷേ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഈ ഫുൾ ടൂറിസ്റ്റ് പ്ലേസിൽ പോകാണ്ട് അല്ലാണ്ട് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാർ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. നമ്മളിവിടെ കാർ എടുത്തത് സിക്സ്ഡ് അല്ലേ? സിക്സ്ഡ് ഉണ്ട്, യൂറോപ്പ് കാർ ഉണ്ട്, പിന്നെ വേറെ ഏതാണ്ടൊക്കെയുണ്ട്. സിക്സ്ഡ് നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലാസ്റ്റ് ടൈം കിട്ടി, ഇത്തവണ കിട്ടിയത്. അപ്പം അതിൻ്റെ ഒരു ഇത് പറഞ്ഞ ശേഷം എങ്ങനെയൊക്കെ എടുത്തത്. സിക്സ്ഡ് നമ്മൾ ലാസ്റ്റ് ടൈം ഫ്രാൻസിൽ പോയപ്പോഴും അത് തന്നെ എടുത്തത്. അപ്പോൾ അവർക്കിങ്ങനെ നല്ല കസ്റ്റമർ സപ്പോർട്ടൊക്കെ അത്യാവശ്യം നല്ലതാണെന്നാണ് കേട്ടത്. വണ്ടി നല്ല കേട്ടോ, വണ്ടിയും പുതിയ വണ്ടി, ഇപ്പം ഓടിയതേ ഉള്ള പുതിയ ലൈക്ക് ബ്രാൻഡ് ന്യൂ വണ്ടിയായിരുന്നു. നമുക്ക് എത്ര രൂപ നമ്മൾ 4 ദിവസത്തേക്കാണ് നമ്മൾ റഫ്ലി ഒരു എത്രയാ $400 ഇൻക്ലൂഡിങ് എക്സ്റ്റൻഡ് മറ്റേ ഇൻഷുറൻസ് അതൊക്കെ. അപ്പം ഇപ്പോഴും ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പം ഇൻഷുറൻസ് മാക്സ് ഔട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ കവേർഡ്. പിന്നെ ഔട്ട് ഓഫ് പോക്കറ്റ് നമുക്ക് വേറെ എക്സ്പെൻസസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം എക്സ്റ്റൻഡ് ഇൻഷുറൻസും എല്ലാം എടുത്തിട്ട് ഒരു റഫ്ലി $400, പിന്നെ ഒരു $300 ഒരു എക്സ്ട്രാ കോഷൻ ഡെപ്പോസിറ്റും ഉണ്ട്. അത് പക്ഷേ റീഫണ്ടബിൾ. ഈ $400 ഇൻഷുറൻസും ഉണ്ട്. പിന്നെ നമ്മൾ കൺട്രി ഹോപ്പിംഗ് ഉള്ളതുകൊണ്ട് ഓരോ കൺട്രി ഓരോ സോണാണ്. അപ്പോൾ അതിൻ്റെ എന്തൊരു എക്സ്ട്രാ ചാർജ് ഉണ്ട്, അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ $400. $400 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഡോളറാണ്. അറൗണ്ട് 400 for 4 days. നമ്മളിതൊരു അതും നമ്മൾ എടുക്കുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതും വേറെ വേറെ സ്ഥലങ്ങളിലാണ്. കാരണം നമ്മളൊരു സർക്യൂട്ട് അല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാൽസ്ബർഗിൽ നിന്ന് എടുത്തിട്ട് ഓസ്ട്രേലിയ തന്നെ വേറൊരു സ്ഥലത്താണ് കൂടി ഡ്രോപ്പ് ചെയ്യുന്നത്. അത് യൂഷ്വലി ഇച്ചിരി എക്സ്പെൻസീവ് ആവാറുണ്ട്. സർക്യൂട്ട് ആണെങ്കിൽ കുറച്ചുകൂടി ചീപ്പർ ആവാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് പ്രാക്ടിക്കലി അത്ര നല്ല ഓപ്ഷൻ അല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ പിക്കപ്പ് പോയിന്റും ഡ്രോപ്പ് പോയിന്റും സെപ്പറേറ്റ് പോയിന്റ്സാണ്. അപ്പം അത് കാരണം കൂടെ കുറച്ചുകൂടെ കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ എന്നാലും തിങ്ക് ഇറ്റ്സ് വെരി വർത്ത്. കാരണം ഇങ്ങനത്തെ സ്ഥലങ്ങളും നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു ടൂറോ അല്ലെങ്കിൽ ഒരു ബസ്സിലോ ഒക്കെ പോയാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. കുറച്ചൊരു ഓഫ് ബീറ്റാ. പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഇപ്പോൾ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ പോകുന്നതും നല്ലതാണ്. നമ്മളെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നലെ വന്നപ്പോൾ റാൻഡമായിട്ടൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. പാർക്കിംഗ് കൊണ്ടോ നോക്കണം, അതൊരു ഫാക്ടറാണ്. നോക്കിയിട്ട് നമ്മൾ പാർക്ക് ചെയ്തു. ആ സ്ഥലം ഒരു 5-10 മിനിറ്റ് അവിടെ നിന്ന് കേട്ടോ. ഇപ്പം ഞങ്ങളുടെ കോർ മെമ്മറി ഇന്നത്തെ ദിവസത്തിൽ ഹൈലൈറ്റ് തന്നെ അതാണ്. അല്ലാണ്ട് ഇപ്പം ഇന്നലെ നമ്മൾ സാൽസ്ബർഗിൽ നിന്ന് ഇറങ്ങി, സാൽസ്ബർഗിലൊക്കെ ഏകദേശം, പക്ഷേ ഇതായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു കോർ മെമ്മറി ആയിട്ട് തോന്നി. അപ്പോൾ ബാക്ക് ടു ദ പ്രൈസ്, $400 ഓസ്ട്രേലിയൻ ഡോളർ എന്ന് പറയുന്നത് അറൗണ്ട് ഇന്ത്യൻ റുപ്പി ഇന്നത്തെ ഒരു റേറ്റ് വെച്ചിട്ട് 26,000 ആണ് 4 days, ഇൻക്ലൂഡിങ് ഇൻഷുറൻസ്, ഇൻക്ലൂഡിങ് കൺട്രി ഹോപ്പിംഗ് പെർമിറ്റ്, അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ്. നമ്മൾ സംഭവം തിരിച്ചു കൊടുക്കുമ്പോൾ, കാർ തിരിച്ചു കൊടുക്കുമ്പോൾ പെട്രോൾ അടിച്ചു കൊടുക്കണം. പിന്നെ പാസിൻ്റെ വരും. പിന്നെ ഈ സ്ലോവീനിയ, എനിക്കൊന്ന് യൂറോപ്യൻ കൺട്രീസ് എല്ലാം ടോളിന് വേണ്ടി അവർ യൂസ് ചെയ്യുന്ന വിനെറ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ വിനെറ്റ് നമ്മൾ ഓൺലൈൻ എടുക്കാം, അല്ലെങ്കിൽ ഈ കിയോസ്കിൽ പോയിട്ട് എടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ വിനെറ്റ് അതിനകത്ത് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ ഓസ്ട്രേലിയ നമ്മളിങ്ങോട്ട് സ്ലോവീനിയക്ക് ക്രോസ് ചെയ്യുമ്പം അവരുടെ ഓൾറെഡി എടുത്ത് വെക്കണം. ഇപ്പോൾ അവിടെ പോയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈനാണ് എടുത്തത്. അപ്പോൾ അതിനൊരു €13 കണ്ടെന്ന് തോന്നുന്നു. അപ്പം അതെടുത്ത് കഴിഞ്ഞാൽ അവിടുത്തെ ടോൾ റൂട്ട്സ് എല്ലാം കവേർഡ്. അപ്പം നമ്മുടെ ബേസിക്കലി ഫാസ്റ്റാഗ് പോലത്തെ സെറ്റപ്പ് തന്നു. അപ്പം അതില്ലെങ്കിൽ പക്ഷേ ഭയങ്കര ഫൈനാണ്. അല്ലെങ്കിൽ ആ സാധനം ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം നാട്ടിലാണെങ്കിലും നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് ടോൾ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ഓസ്ട്രേലിയയിലാണെങ്കിലും നമുക്ക് മിക്കവാറും തന്നെ ഫാസ്റ്റാഗ് കവേർഡാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ രജു നമ്പർ നോക്കിയിട്ട് വീട്ടിലേക്ക് അയച്ചു തരും. പക്ഷേ ഇവിടെ ആ ഒരു സെറ്റപ്പിൽ ഇപ്പോൾ ഇവിടെ എസ്പെഷ്യലി നമ്മൾ ഈ റെൻ്റൽ കാർ എടുത്തുകൊണ്ട് വിനെറ്റ് എടുത്തിട്ടില്ലെങ്കിൽ, നമ്മൾ വിനെറ്റ് VIGNETTE എഴുതുന്നതും വായിക്കുന്നതും നമ്മൾ വലിയ ബന്ധമില്ല. പക്ഷേ അത് എടുത്തില്ലെങ്കിൽ ഭയങ്കര ഹെഡേക്കാ, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ എടുത്ത് വെച്ചു. അപ്പോൾ ഈ വിനെറ്റ് എന്ന് പറഞ്ഞ സാധനം ഓൺലൈനിൽ എടുക്കാൻ പറ്റും. നമ്മൾ ഫിസിക്കൽ എടുക്കുകയാണെങ്കിൽ എന്തോ ഒരു സ്റ്റിക്കർ അത് ഒട്ടിച്ച് വെക്കണം. ഓൺലൈൻ ആണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ക്യാമറ വെച്ചിട്ട് അത് നമ്മൾ നോക്കി 60 നോക്കിയിട്ട് അത് ഇൻക്ലൂഡഡ് ആയിരുന്നു. സോറി, ഇപ്പോൾ ഞാൻ 60 എന്ന് പറയുന്നത് 60 നമ്മുടെ കാറിൻ്റെ അതിനകത്ത് അത് ഇൻക്ലൂഡഡ് ആയിരുന്നില്ല. അപ്പോൾ സെപ്പറേറ്റ് എടുത്തു. പിന്നെ സ്ലോവീനിയ ഇൻക്ലൂഡഡ് അല്ല, സ്ലോവീനിയ ഇൻക്ലൂഡഡ്, ഓസ്ട്രേലിയ ഇൻക്ലൂഡഡ്, സ്ലോവീനിയ ഇൻക്ലൂഡഡ് അല്ല. പിന്നെന്തായിരുന്നു? പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാശ് എല്ലാം വൈസ് കാർഡിലാണ് ഇടുന്നത്. പക്ഷേ നമ്മുടെ കറൻസി നമ്മൾ ഇങ്ങോട്ട് കൺട്രിയിലോട്ട് വന്നപ്പോൾ തന്നെ വൈസ് കാർഡ് എല്ലായിടത്തും വർക്ക് ചെയ്യും. ട്രാവൽ കാർഡാണ്. നമ്മൾ ഇപ്പം പുറത്തുള്ളവരാണെങ്കിൽ ഇന്ത്യയിലോട്ട് കാശ് അയക്കുന്ന ഉണ്ടെങ്കിൽ അത് വൈസിൽ അയക്കാറില്ലേ.
അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ തന്നെ കാർഡ് കിട്ടും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലോട്ട് അവർ അയച്ചു തരും. അപ്പോൾ അത് നമുക്ക് എല്ലാ കൺട്രിയിലും പറ്റും വൈസ് കാർഡ്. അപ്പോൾ അവരുടെ ഇതൊക്കെ റീസണബിൾ ആയി. എക്സ്ചേഞ്ച് റേറ്റ്സ് ഒക്കെ കറണ്ട് റേറ്റ്സ് തന്നെ അവർ തന്നെ. പിന്നെ വേറെ ട്രാൻസാക്ഷൻ ഫീസ് ഒന്നുമില്ല. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഫീ ഒരു ചെറിയ പെർസെൻറ്റേജ് ഉണ്ടാവും. അപ്പോൾ അത് ഇറ്റ് ഓൾ ആഡ്സ് അപ്പ്. അപ്പം ഇതാണെങ്കിൽ എക്സാക്ട് കറണ്ട് സെയിം ഇതും കിട്ടും, എക്സ്ചേഞ്ച് റേറ്റും കിട്ടും, ട്രാൻസാക്ഷൻ ഫീസും ഇല്ല. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇപ്പം ചില പോസ്റ്റ് ടെർമിനലിൽ അവർ ചോദിക്കും യു വോണ്ട് പേ ഇൻ യൂറോസ് ഓർ AUD. അപ്പോൾ നമ്മളെപ്പോഴും യൂറോ തന്നെ സെലക്ട് ചെയ്യണം. കാരണം AUD സെലക്ട് ചെയ്താൽ കൺവേർഷൻ അവരുടെ ആ ടെർമിനലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെടും. അത് ജസ്റ്റ് ഒരു റാൻഡം ടിപ്പാണ്, പക്ഷേ അതും ചെറിയൊരു ഡിഫറൻസ് വരുത്തും. അപ്പം ഓൾവേസ് പേ ഇൻ യൂറോസ്. അപ്പം അത് ചെയ്യുമ്പോൾ പിന്നെ പ്ലസ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഒക്കെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു കണക്കുണ്ടാവില്ല നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമ്മൾ വൈസിൽ ഇപ്പോൾ ഒരു എമൗണ്ട് ഇട്ട് വെക്കുക. അപ്പോൾ അത് നമ്മളൊരു എന്താ പറയുക, ഒരു ലിമിറ്റിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുള്ളൂ. അതിൽ ചുമ്മാ നമ്മൾ ചിലവാക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പം നമുക്കൊരു മനസ്സിലൊരു ഇതുണ്ട്, ഓക്കെ ഇപ്പം 3 ദിവസമായി 4 ദിവസമായി ഇത്രയും സ്പെൻഡായി, അപ്പം വി നീഡ് ടു സ്പീഡ് അപ്പ് സ്ലോ ഡൗൺ വോട്ടെവർ. അപ്പം നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ എടുത്തത് എന്ത് കാർഡിലാണ്? വൈസിന്റെ കാർഡിലാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല നമ്മുടെ. എനിക്ക് വൈസ് കാശൊന്നും വരുന്നില്ല. വൈസിന് എനിക്ക് പ്രൊമോഷൻ തന്നിട്ട് കിട്ടാനൊന്നുമില്ല. എനിക്കന്നോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നത് വൈസ് കാർഡിലാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിൽ ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലോട്ട് കാർഡ് വരും. കാർഡിലോട്ട് നമ്മൾ കാശ് ഇടുക. ആക്ച്വലി ഫിസിക്കൽ കാർഡിന് ആവശ്യമില്ല. ആപ്പിൾ പേ ഇതും ഇതുണ്ട്. ഇവിടെ ഗൂഗിൾ പേ എടുക്കുന്നു തോന്നുന്നു. അപ്പം ഫിസിക്കൽ കാർഡിന് ആവശ്യമില്ല. ആപ്പ് വഴി തന്നെ നമുക്ക് മറ്റേ ടാപ്പ് യൂസ് ചെയ്യാൻ പറ്റും, NFC വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാർഡ് എന്നുള്ള സാധനം നമുക്ക് ഫിസിക്കൽ കാർഡായിട്ടും വൈസിൻ്റെ കാർഡ് വരും. പക്ഷേ നമുക്ക് ആപ്പിൾ പേയിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ ആഡ് ചെയ്യാം, ടാപ്പ് ചെയ്യാം. ഞങ്ങൾ പല സ്ഥലത്തും ടാപ്പ് ചെയ്ത് പ്രശ്നമൊന്നുമില്ല, എല്ലായിടത്തും എടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈസിൽ കാശ് ഇട്ടിട്ടുണ്ടെങ്കിലും, എസ്പെഷ്യലി ഞങ്ങളിപ്പോൾ ഈ കൺട്രി റോഡാണ് ഫുള്ള് മിക്കതും. ഞങ്ങളുടെ മെജോറിറ്റി ആയിട്ടുള്ള മേജർ സിറ്റീസ് വളരെ കുറവാണ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ കൺട്രി റോഡ് ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കാശ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില സ്ഥലത്ത് എടുക്കത്തില്ല. ഫോർ എക്സാമ്പിൾ എവിടെയൊക്കെ ആയിരുന്നു നമ്മൾ മ്യൂസിയത്തിൽ പോയി, ഡക്കാവിൽ ജർമ്മനിയിലെ മ്യൂസിയത്തിൽ പോയപ്പോൾ അതൊരു ഗവൺമെൻറ് റൺ സാധനമാണ്. പക്ഷെ അവിടെ ക്യാഷ് എടുക്കുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓടി പോയിട്ട് ക്യാഷ് എടുത്തിട്ട് വന്നു. പിന്നെ ഈ ലഗേജ് സ്റ്റോറേജിൻ്റെ സ്ഥലത്ത്, അതും ജർമ്മനിയിൽ ക്യാഷ് കോയിൻസ് എടുക്കുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ക്യാഷ് ഉണ്ടായിരുന്നു, കോയിൻസ്. പക്ഷെ പേടിക്കേണ്ട, അവിടെ തന്നെ ഇതുണ്ടായിരുന്നു, ചേഞ്ച് മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് അപ്പോൾ 5 യൂറോ ഇടുക, 10 യൂറോ ഇട്ട് അതിൻ്റെ കോയിൻ കിട്ടി. അതങ്ങനെ ഭയങ്കര ഫിനിക്കിയാണ് ബേസിക്കലി. ഇവർ ചില സ്ഥലത്ത് കോയിനേ എടുക്കുള്ളൂ, ചിലടത്ത് ക്യാഷേ എടുക്കുള്ളൂ, ചിലടത്ത് കാർഡേ എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റൊരു റെസ്റ്റോറൻറ്റിൽ പോയപ്പം അവിടെ അവർ ക്യാഷ് എടുക്കില്ല, കാർഡ് മാത്രമേ എടുക്കുള്ളൂ. ലൈക്ക് ചിലടത്ത് അപ്പം എടുക്കുന്നിടത്ത് ഈ സാധനം മാത്രം ഭയങ്കര റെസ്ട്രിക്റ്റീവ് ആവും. ഇത് മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് താഴെ ഒരു കുറച്ച് ഡെപ്പോസിറ്റ് കൊടുക്കാനുണ്ട്, എന്തോ ഒരു ടൂറിസ്റ്റ് ടാക്സ് ഉണ്ട്. ടൂറിസ്റ്റ് ടാക്സ്, സിറ്റി ടാക്സ്. അതും എല്ലാ അക്കോമഡേഷനിലും മിക്കതിലും ഇവിടുത്തെ യൂറോപ്പിലുണ്ട്. നമ്മളൊരു ഹോട്ടലിൽ ബുക്ക് ചെയ്താലും നമ്മൾ ഓൾറെഡി പേ ചെയ്ത് വന്നാലും അവിടെ സിറ്റി ടാക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. സിറ്റിയിലാണെങ്കിൽ സിറ്റി ടാക്സ് ആണ്, അത് 7 യൂറോ 8 യൂറോ അതിൻ്റെ ഉണ്ടാവും. അത് ഓരോ സിറ്റി അനുസരിച്ച്. ഇപ്പോൾ പാരീസ് ആണെങ്കിൽ എനിക്കൊന്ന് 10-30 യൂറോ ആണ്. ഇവിടെ അത്രയില്ല, പക്ഷേ എന്നാലും അത് ഇവിടെ ക്യാഷ് കൊടുക്കണം. ഇവിടെ 5 യൂറോ ആണ് ഇവിടുത്തെ സിറ്റി ടാക്സ് പറഞ്ഞ എന്തോ സാധനം കൊടുക്കാൻ. ആക്ച്വലി Booking.com എഴുതി കഴിഞ്ഞാൽ സ്പാ ടാക്സ് അറിയില്ല. മേ ബി ഇങ്ങനെ റീജിയണൽ ഇതായതുകൊണ്ടായിരിക്കും. പക്ഷേ അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സാൽസ്ബർഗിൽ സിറ്റി ടാക്സ് $7 ആണ്, ഇവിടെ $5. ഇവിടെ ഇപ്പോൾ $5 കൊടുക്കാനായിട്ട് 5 എന്തോ ഡോളർ, 5.4 കൊടുക്കാനുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് തീർന്നു. ഇപ്പോൾ $5 യൂറോയേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ. ഇപ്പോൾ ഒരു 4 സെൻറ്റും കൂടെ വേണം. അത് നോക്കട്ടെ, അടുത്ത് പറഞ്ഞിട്ട് വൈസ് ട്രാൻസ്ഫർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. നമ്മൾ നേരത്തെ ഞാനും അശ്വിനായിട്ടിരുന്ന് സംസാരിച്ചപ്പോൾ നമ്മൾ ഓസ്ട്രേലിയൻ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് നമുക്ക് യൂറോപ്പിൽ ഓടിക്കാമെന്ന് പറഞ്ഞു. ഓസ്ട്രേലിയൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. അതിനകത്ത് IDP എടുക്കണം. അത് സർവീസ് NSW നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും, ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ സർവീസ് NSW പോയി കഴിഞ്ഞാൽ IDP എന്നുള്ള സാധനം $50 ആണ്. ആ ഒരു പെർമിറ്റും കൂടെ വേണം ഇവിടെ യൂറോപ്പിൽ ഡ്രൈവ് ചെയ്യാനായിട്ട്. ആ IDP 1 വർഷത്തേക്ക് വരെ വാലിഡ് ആണ്. അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാണ് ഈ ഓസ്ട്രിയൻ വീട്ടിൽ നിന്ന്. ബൈ ഹൗസ്. നമ്മുടെ വീടിൻ്റെ ഹൗസ് ഓണർക്ക് ഒരു താങ്ക്സ് നോട്ട് നമ്മൾ എഴുതുക. ഇതേ നമ്മളൊരു നോട്ട് എഴുതി, താങ്ക് യു ഫോർ ദ ബ്യൂട്ടിഫുൾ സ്റ്റേ. പിന്നെ ഇത് ഒരു ഫാൻഡൻ എസ്റ്റോ എന്ന് നമ്മൾ ജർമ്മനിൽ എഴുതിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ലവ്ഡ് ഇറ്റ് എന്നാണ്. ലവ് ആഷൻ കമ്മിങ്, സിഡ്നി, ഓസ്ട്രേലിയ.
നമ്മളിപ്പോൾ അവിടുന്ന് നമ്മുടെ അക്കോമഡേഷനിൽ ചെക്ക്ഔട്ട് ചെയ്തിട്ട് നേരെ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. അപ്പൊ നമ്മൾ ഓൺ ദ വേ വിർലാക്ക് എന്ന് പറഞ്ഞ ഒരു ടൗൺ ഉണ്ട്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. വലിയ ഡിവിഷൻ ഒന്നും ഇല്ല, നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ചെറിയൊരു ഡിവിഷൻ, ഒരു 3 മിനിറ്റ് ഉണ്ട്. അപ്പൊ ഒരു കാഫേയിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. നമ്മളിതാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. കാഫേ കുറച്ച് അപ്പുറത്താ. അപ്പൊ കറക്റ്റ് ആ സ്ഥലത്ത് നമുക്ക് സ്ഥലം കിട്ടിയില്ല. അപ്പൊ ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തു. എന്നിട്ട് ഇതാ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ദേ എന്താണ് ഇതിന്റെ പേരെന്നൊന്നും അറിയില്ല. ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവരുടെ ഭാഷയിൽ എന്തോ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തോ ഓർഡർ ചെയ്തു. ലുക്സ് നൈസ്. അപ്പോൾ അത് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ട് ഓസ്ട്രേലിയയിൽ ഞങ്ങൾ കേട്ടിരിക്കുന്നത് കൂടുതലും ഇത് തന്നെയാണ്, ബ്രെഡും ജാമും ഇവരുടെ മെയിൻ തിങ്. അപ്പോൾ ഒരു ബ്രെഡ്, ഇത് എന്തെങ്കിലും പ്രത്യേകതയുള്ള ബ്രെഡായിരിക്കും. ഒരു ബട്ടർ, പിന്നെ മാമലേഡ്. ഹണിയാണോ? മാമലേഡ് അല്ല, ഇത് ഹണി. അപ്പൊ ഇത് മാമലേഡ്. അശ്വിൻ്റെതിനകത്തുള്ളത് മാമലേഡ് ആണ്. പിന്നെ കോഫി ഉണ്ട്, ജ്യൂസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഐസ്ക്രീമും പറഞ്ഞു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഐസ്ക്രീം പ്ലേസ് ആയിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പശുവിന് പെട്ടെന്ന് ഐസ്ക്രീം കഴിക്കണം തോന്നി. എന്നിട്ട് ഒരെണ്ണം ഓർഡർ ചെയ്തപ്പോൾ അത് യോഗട്ടും ഫ്രൂട്ടും ആണ് വന്നത്. അപ്പോൾ അത് പ്രോപ്പർ ഐസ്ക്രീം ആയില്ല. അപ്പോൾ പക്ഷെ പിന്നെ തോറ്റൊന്നുമില്ല, പിന്നെ ഓർഡർ ചെയ്തു ഒരു ഐസ്ക്രീം. ഇതേ തോറ്റിട്ടില്ല. ഇതെങ്ങനെയുണ്ട്? ഇത് ഐസ്ക്രീമാണോ? ഫുള്ള് ലോഡഡ് ആണ്. സ്വല്പം മ്യൂസിക്. ഇപ്പൊ ഈ പുൽമേടുകളുടെ ഒരു സീനറി ഉണ്ടായിരുന്നില്ല നേരത്തെ, അത് പോയിട്ട് ഇപ്പൊ ഫുള്ള് ഹെയർ പിൻ ആണ്. കാട്ടിനുള്ളിലെ ഹെയർ പിൻ. നല്ല വൈൻഡി റോഡ്സ് ആണ്. ഇങ്ങനത്തെ റോഡ്സാ ഫുള്ള്. ഇങ്ങനത്തെ റോഡ്സ് കയറ്റമാണ്. ഇങ്ങനെ ഹെയർ പിൻ പോലെയാണ്. ഇങ്ങനത്തെ റോഡ്സ് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ റോഡ്സ് ആണ്. അതെ, വയനാട് ചുരം. ഇവിടേക്ക് എന്തോ പണിയാക്കുന്നത്. ഇതെന്താ ടാങ്കറോ? അല്ലല്ല, ബൈക്കേഴ്സ് ഒത്തിരി പേരുണ്ട്. അപ്പൊ ബൈക്കേഴ്സ് അവിടെ ഒരു ടാങ്കറിന്റെ മുകളിൽ കയറി ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ഓക്കെ, ഓസ്ട്രിയന്ന് സ്ലൊവേനിയയിലോട്ട് കടന്നു കേട്ടോ. അപ്പൊ ഇതാണ് ബോർഡർ കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ ജസ്റ്റ് വണ്ടി കൊണ്ട് ഇങ്ങനെ പാസ് ചെയ്തു പോയി. അപ്പൊ അത് ഓസ്ട്രിയ. അപ്പൊ നമ്മളിതാ ഇങ്ങോട്ട് കടക്കുകയാണ്. വെൽക്കം ടു സ്ലൊവേനിയ. ദൊബ്രോദോഷ്ലി സ്ലൊവേനിയ. അപ്പൊ നമ്മൾ ടെക്നിക്കലി ഇപ്പൊ ഓസ്ട്രിയയിൽ നിന്ന് സ്ലൊവേനിയയുടെ ലാൻഡിൽ എത്തി കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഇനിയെല്ലാം സ്ലൊവേനിയൻ കാഴ്ചകൾ. സ്ലൊവേനിയയുടെ ഭംഗിയെല്ലാം കണ്ട് നമ്മുടെ റോഡ് ട്രിപ്പ് തുടരുകയാണ്. വീഡിയോയുടെ ലെങ്ത് കൂടുതലായിട്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.